ഇന്ന് ഞാൻ ദേവി മഹാത്മ്യത്തെക്കുറിച്ച് പറയാം. എനിക്കുണ്ടായ അനുഭവമാണ്. എൻ്റെ കഷ്ടത്തിലും എൻ്റെ സങ്കടങ്ങളിലും എനിക്ക് ദേവിയമ്മ പ്രത്യക്ഷപ്പെട്ട് കരുണ ചെയ്ത ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത്. കുറച്ച് നാൾ മുൻപ് നടന്നതാണ്. ഞാനും ഭർത്താവും ജോലി സംബന്ധമായി വിദേശത്തായിരുന്നു താമസിച്ചിരുന്നത്. ആദ്യത്തെ പ്രഗ്നൻസിയായി. വളരെയധികം ഛർദിയും ക്ഷീണവും ഉണ്ടായിരുന്നു. 7 മാസം ആകാൻ ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അന്ന് എനിക്ക് നൈറ്റ് 1 മണി വരെ ഡ്യൂട്ടിയാണ്. കിടക്കുന്ന സമയം വരെ ബേബി മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ മൂവ്മെൻറ്റ്സ് ഫീലായില്ല. കുറച്ച് സമയം കാത്തിരുന്നിട്ടും അനക്കമില്ല. ഉടനെ ഞാൻ ജോലി ചെയ്യുന്ന ക്ലിനിക്കിലുള്ള ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. സ്കാൻ ചെയ്തു. ബേബി മരിച്ചിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പ്രൈവറ്റ് ക്ലിനിക്കിൽ ഇതുപോലെയുള്ള ഡെലിവറി കേസസ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല. ഉടനെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അവർ കുഞ്ഞിൻ്റെ ബ്ലഡിൽ നിന്ന് എൻ്റെ ദേഹത്തിലേക്ക് എന്തെങ്കിലും ഹാംഫുൾ ട്രാൻസ്ഫർ ആവുന്നുണ്ടോ എന്നറിയാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അത് ഓക്കെ ആയിരുന്നു. പെയിൻ വരുമ്പോൾ വരൂ എന്ന് പറഞ്ഞയച്ചു. ഈ ഒരവസ്ഥയിൽ എന്ത് ചെയ്യേണ്ടെന്നറിയാതെ 4 ദിവസം കടന്നുപോയി. വേദനയും വന്നില്ല. വിഷമങ്ങളും സങ്കടങ്ങളും അതിലേറെ. ഇടയ്ക്കൊരു ദിവസം വീണ്ടും ആശുപത്രിയിൽ പോയി. അവർ വീണ്ടും പഴയ പല്ലവി തന്നെ പറഞ്ഞു. ഇങ്ങനെ ഫ്രണ്ട് സർക്കിളിൽ വഴി ആരെങ്കിലും ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നേഴ്സുണ്ടോ എന്ന് അന്വേഷിച്ചു. അനുഗ്രഹം ഒരാളെ കിട്ടി. അവർ ഞാൻ കാഷ്വാലിറ്റിയിൽ ജോലിയുള്ളപ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ 5ാമത്തെ ദിവസം ആശുപത്രിയിലെത്തി. ആ സമയം ഒരു ലേഡി സുധാനി ഡോക്ടറാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അവർ എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ തന്നു. ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്രിപ്പിൾ ഇഞ്ചക്ഷൻ ഇട്ടു. സഹിക്കാൻ വയ്യാത്ത വേദന. അങ്ങനെ ഒരു രാത്രിയും പകലും കഴിഞ്ഞു. യാതൊരു ഇമ്പ്രൂവ്മെൻറ്റുമില്ല. കൂടെ ആരുമുണ്ടായിരുന്നില്ല എൻ്റെ വിഷമങ്ങളൊന്ന് പറയാൻ വേണ്ടി. സിസേറിയൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു വിളിക്കുന്നുണ്ട്. പക്ഷേ അതും പോസിബിളല്ല. ബേബി ലൈവല്ലല്ലോ. അങ്ങനെ 2ാമത്തെ രാത്രി ഞാൻ വേദനയ്ക്കും ആശ്വാസത്തിനും ഇടയിലുള്ള കുറച്ച് സെക്കൻഡ്സ് മയങ്ങിപ്പോയോ ബോധത്തിലായിരുന്നോ എന്നെനിക്കറിയില്ല. ഞാൻ കാണുകയാണ്, കേൾക്കുകയാണ് ഒരു ശബ്ദം. മോളെ, നിനക്കെന്താ പറ്റിയത്? വിഷമിക്കേണ്ട എന്ന് ആരോ പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്ന ഒരു രൂപം വീടിനടുത്തുള്ള ചെറമാട്ടൽ കാവിലമ്മയാണ്. എൻ്റെ മനസ്സിൽ ഒരു നിമിഷം പോലും ഈ സങ്കടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഇടയിൽ ഞാൻ ദേവിയമ്മയെ സ്മരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ശരീരമെല്ലാം കുളിരുകൂരി, ദേഹം രോമമെല്ലാം എഴുന്നേറ്റു നിന്നു. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു. നടന്നത് മായയോ എന്ന് ഞാൻ സംശയിച്ചു. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ ഡെലിവറിയായി. ഇതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ഇന്നും ഓർക്കുമ്പോൾ ദേഹത്ത് കുളിരുകൂരിയിടും. പാലായ്ക്കടുത്ത് നെച്ചിപ്പുഴൂർ ചിറക്കരക്കാവ് ദേവിയമ്മയാണ് എനിക്ക് അനുഭവം തന്നത്. നമ്മൾ വിളിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ നമ്മെ കൈവിടില്ല. അമ്മേ മഹാമായേ.